ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഇവൻ്റ് ഡ്യൂട്ടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഞാനൊരു ഇവൻ്റ് ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഇതൊരു സ്റ്റേഡിയമാണ്. ഇപ്പം ഇന്നൊരു ബുക്ക് ഫെയർ ആണ് കേട്ടോ. അപ്പോൾ ബുക്ക് ഫെയറിൻ്റെ ഇങ്ങനെ ഓരോരുത്തർ ഓരോ സ്റ്റോൾസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം, അങ്ങനെ ഞാനിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്നും വായിക്കാനായിട്ട് പറ്റുന്നില്ല, ഇംഗ്ലീഷുണ്ട് ഇതിൽ. പക്ഷെ എന്നിരുന്നാൽ തന്നെ കൂടുതൽ അറബിക്കായിരുന്നു. അറബി പിന്നെ പണ്ടേ എനിക്ക് ഷൊയ്യ ആയതുകൊണ്ട് വലുതായിട്ട് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ പടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ, അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇവിടെ അലയിലെ സ്റ്റേഡിയം. അപ്പോൾ കൂടുതലും ഇവൻറ്റ്സ് വരുമ്പോൾ ഞാനിവിടെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ ഇത്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഈ നല്ല വെയിലുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു ഈ ഏരിയ. ഈ ഒരു ഏരിയയിലായിരുന്നു ഇച്ചിരി കൂടെ തണലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കാണാനും നല്ലൊരു രസമുണ്ടായിരുന്നു ഇതിലേക്കൂടെ നടക്കാനൊക്കെ. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഇവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ BP, ഷുഗർ അങ്ങനെ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെയായിരുന്നു ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റോളിൽ ഇങ്ങനെ ഓരോ ബുക്കുകൾ വയ്ക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും വന്ന് നോക്കും. പിന്നെ ചില സ്റ്റോളുകളിൽ നിന്ന് അവരിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കും. ഞങ്ങളുടെ സ്റ്റോളിൽ നിന്ന് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഡോൾസ് കൊടുക്കുന്നുണ്ടായിരുന്നു, ടിഫിൻ ബോക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ആർട്ട് ഏരിയ ആയിരുന്നു ഇത്. മിക്ക ഇവൻറ്റിനും ഇവരുണ്ടാവും കേട്ടോ. ഇതാണ് എൻ്റെ ഏരിയ. ഞാൻ ബുർജുൽ റോയലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു ഞാൻ ഇരുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഇവൻ്റായിരുന്നു. കണ്ടോ, ചിരിച്ചിരിക്കുന്നു കണ്ടോ. ഇങ്ങനെ ഞാനിവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നടന്നു പോതാണ്ടേ. ഇതല്ല കേട്ടോ ഞാൻ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ ഹൊററൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹൊറർ സിനിമ കാണും, അതിൻ്റെ പകുതിയൊന്നും കാണത്തില്ല. കണ്ണടച്ചിട്ടായിരിക്കും ബാക്കിയിരിക്കുന്നത്. എന്നാലും ഭയങ്കര ഇൻട്രസ്റ്റാണ് ഹൊററൊക്കെ കാണാൻ. ഇതും ഇങ്ങനെ കുറേ ഏരിയാസ് ഇങ്ങനെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടതായിരുന്നു ഒരു ചേച്ചി. അപ്പോൾ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബബിൾസൊക്കെ ആയിട്ട് പിള്ളേർ മൊത്തം പുറമേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തത്. കുറേ നേരം ഞാൻ അതും കണ്ടിട്ട് നിന്ന് കേട്ടോ. എനിക്ക് അവിടെ പേഷ്യൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നത്. കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഫേസ് ആർട്ടൊക്കെ ചെയ്തില്ല, മുഖത്തൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത്, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഉത്സവത്തിനൊക്കെ കാണത്തില്ലേ, ഈ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഫോട്ടോ എടുത്തോട്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുക്കുന്നത് കേട്ടോ. പിന്നെ ബലൂൺസൊക്കെ ആയിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഓടി നടന്ന് എല്ലായിടത്തും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് വരുക കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം പ്രോപ്പറായിട്ടുണ്ടാവുമോ വീഡിയോ എന്ന് എനിക്കറിയില്ല. പിന്നെ നല്ല ചൂട് കൂടി വന്നപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ആശ്വാസം തോന്നിയൊരു ഏരിയയാണ് ഇവിടെ. മരം ഒരു വരം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ മരം വെച്ച് പിടിപ്പിക്കുന്നവരെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, ഈ മണലിലെ. പിന്നെ ആദ്യം ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പോൾ അബുദാബിയിൽ മൊത്തം ഇങ്ങനെ വലിയ ബിൽഡിങ്സൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അലയിലോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സങ്കടമായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ടോ അലയിൽ നിന്നാൽ പിന്നെ നമ്മൾ അലയിൽ നിന്ന് പോവില്ല. അത്ര നമുക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ നാട് മാതിരിയൊക്കെ അവർ മാക്സിമം പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അലൈൻ. കണ്ടില്ലേ, ഈ സാധനത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ എൻ്റെ ഹൈറ്റിൻ്റെ അത്രയുണ്ട് ഇത് ഏകദേശം. എൻ്റെ റൂമിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ കുറേ ഉണ്ട്. ഇവരിങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്തൊക്കെ നല്ല രസമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാം വൃത്തിയാക്കി നല്ല ഷേപ്പിലൊക്കെ ആക്കിയിട്ടൊക്കെ വയ്ക്കാൻ. അവരെപ്പോഴും വരും, വൃത്തിയാക്കും. എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ കണ്ടു, നടന്നു. എന്ത് ഭംഗിയായിട്ടല്ലേ ഇവരിതൊക്കെ എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്തുവാന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് എന്തോ ആണ് പിന്നെ നോക്കിയൊന്നും മനസ്സിലായില്ല. പിന്നെ ഇങ്ങനെ നടന്നു. കുറേ ഉണ്ടായിരുന്നു ഇതുപോലെ കുറേ